കേരള ഗവർണർ പി സദാശിവം തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വോട്ട് രേഖപ്പെടുത്തി. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായാണ് കേരള ഗവർണർ സംസ്ഥാനത്ത് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത്. വോട്ട് പാഴാക്കരുതെന്ന് പറഞ്ഞ ചലച്ചിത്ര താരം മമ്മൂട്ടി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ താൽപര്യമുണ്ടോ എന്ന ചോദ്യത്തിന് താൻ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന മറുപടിയും നൽകി. മമ്മൂട്ടി ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. കേരളത്തിൽ തൂക്കുമന്ത്രിസഭയുണ്ടാകുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് പൂഞ്ഞാർ സ്ഥാനാർത്ഥി പി.സി. ജോർജ് പങ്കുവച്ചത്. വട്ടിയൂർക്കാവിലെ ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിൽ രാവിലെ തന്നെ കേരള ഗവർണർ പി സദാശിവം വോട്ട് രേഖപ്പെടുത്തി. വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരും വോട്ട് ചെയ്യണമെന്നും 100% പോളിംഗ് ആണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. കൊച്ചി പനമ്പള്ളി നഗറിലാണ് സിനിമാ താരങ്ങളായ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. വോട്ട് പാഴാക്കരുതെന്ന് മമ്മൂട്ടി ഓർമ്മിപ്പിച്ചു. യുവാക്കൾ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച ദുൽഖർ സൽമാൻ വോട്ട് ചെയ്യുന്നത് കടമയും ഉത്തരവാദിത്വവുമാണെന്നും പറഞ്ഞു. എല്ലാ യുവാക്കളും എസ്പെഷ്യലി വന്ന് വോട്ട് ചെയ്യണം. നമ്മുടെ കടമയാണ്, നമ്മുടെ അധികാരമാണ്. ആ റൈറ്റ് എല്ലാവരും എക്സസൈസ് ചെയ്യണം. KCBC ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കർദിനാൾ ജോർജ് ആലഞ്ചേരിയും കൊച്ചിയിൽ വോട്ട് രേഖപ്പെടുത്തി. ജനാധിപത്യ ബോധം എപ്രകാരം വിലയിരുത്തുമെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്കറിയാൻ സാധിക്കും. കേരളത്തിൽ തൂക്കു നിയമസഭയുണ്ടാകുമെന്ന് പൂഞ്ഞാർ സ്ഥാനാർത്ഥി പി.സി. ജോർജ് മുന്നറിയിപ്പ് നൽകി. ആര് ഭരിക്കുമെന്ന കാര്യം പൂഞ്ഞാറുകാർ തീരുമാനിക്കും. മണ്ഡലത്തിൽ താൻ തന്നെ ജയിക്കുമെന്നും പി.സി. ജോർജ് പൂഞ്ഞാറിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പൂഞ്ഞാറുകാർ തീരുമാനിക്കുന്ന ഭരണ കേരളത്തിലുണ്ടാവും, അതിന് സംശയം വേണം. എന്താ സംശയം? ആർക്കും ഒരു തൂക്ക് ഗവൺമെന്റ്. വടകരയിൽ അട്ടിമറി വിജയം നേടും എന്നായിരുന്നു RMP സ്ഥാനാർത്ഥി KK രമയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.